ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ടാലി പ്രൈമിലെ റെസിപ്റ്റ് വൗച്ചറിനെ കുറിച്ചിട്ടാണ്. അതായത് ഞാൻ ടാലി പ്രൈം സീരീസ് എന്ന് പറഞ്ഞിട്ട് ഒരു സീരീസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതായത് ടാലി ബേസിക് ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ടാലി പ്രൈം ബേസിക് ടു അഡ്വാൻസ് ലെവലിൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സീരീസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലെങ്ങനെയാണ് കമ്പനി ക്രിയേറ്റ് ചെയ്യുക, അതേപോലെ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കമ്പനി എങ്ങനെയാണ് ഓൾട്ടർ ചെയ്യുക, അതേപോലെ തന്നെ എന്താണ് വൗച്ചർ, ഇത്രയും കാര്യങ്ങളാണ് ഒരു സീരീസിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു 3-4 വീഡിയോസ് അതിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ആ ടൈപ്സ് ഓഫ് വൗച്ചർ എന്നുള്ളതിൽ ഒരുപാട് വൗച്ചറുകളെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വൗച്ചറുകളെല്ലാം കോമൺ ആയിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി നമുക്കുള്ള ഓരോ വീഡിയോസിലും നമുക്ക് ഓരോ വൗച്ചറും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ പഠിക്കാം. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ശ്യാമളനാരായണൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടാലി അക്കൗണ്ടിങ് മലയാളം. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് ടാലി പ്രൈമിലെ റെസിപ്റ്റ് വൗച്ചറിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ റെസിപ്റ്റ് വൗച്ചർ പറയുന്നതിന് മുമ്പ് എന്താണ് വൗച്ചർ എന്നുള്ളത് നോക്കാം. എന്തിനാണ് ഈ വൗച്ചർ എന്നുള്ളത് യൂസ് ചെയ്യുന്നത്? അപ്പോൾ ടാലിയിൽ വൗച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡോക്യുമെന്റ് ആണ് വൗച്ചർ എന്ന് പറഞ്ഞാൽ. നമുക്ക് എന്ത് ചെയ്യണമെങ്കിലും ഒരു ഡോക്യുമെന്റ് വേണമല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ പേയ്മെന്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനൊരു ഡോക്യുമെന്റ് വേണം, റെസിപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനൊരു ഡോക്യുമെന്റ് വേണം, ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനൊരു ഡോക്യുമെന്റ് വേണം. അപ്പോൾ അതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വൗച്ചർ എന്നുള്ളത് യൂസ് ചെയ്യണത്. ഇപ്പോൾ ഗേറ്റ് ഓഫ് ടാലിയിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഗേറ്റ് ഓഫ് ടാലി എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ട്രാൻസാക്ഷൻസിൻ്റെ അടിയിൽ വൗച്ചേഴ്സ് പറഞ്ഞിട്ട് കാണും. ഇവിടെ നിന്നാണ് നമ്മൾ വൗച്ചർ സെലക്ട് ചെയ്തിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ വൗച്ചർ സെലക്ട് ചെയ്തിട്ട് എടുത്തു. ഇവിടെ വൗച്ചർ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെയാണ് വന്ന് കിടക്കുക. അപ്പോൾ നമുക്കിപ്പോൾ റെസിപ്റ്റ് ആണ് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ റൈറ്റിൽ എടുത്തു കഴിഞ്ഞാൽ എല്ലാ വൗച്ചർ ടൈപ്പും ഇവിടെ നമുക്ക് ആക്റ്റീവായിട്ട് കിട്ടും. ഇപ്പോൾ റെസിപ്റ്റിനുള്ള കീ പറയുന്നത് F6 ആണ്. ഒന്നുകിൽ നമുക്ക് കീബോർഡിൽ വെച്ചിട്ട് F6 സെലക്ട് ചെയ്തിട്ട് എടുക്കാം, അല്ലെങ്കിൽ മൗസ് വെച്ചിട്ട് നമുക്ക് ഇവിടെ റെസിപ്റ്റ് എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ റെസിപ്റ്റ് എന്നുള്ളത് നമ്മളിവിടെ സെലക്ട് ചെയ്തിട്ട് എടുത്തു. അപ്പോൾ ഇവിടെ റെസിപ്റ്റ് എന്ന് പറഞ്ഞിട്ട് വന്നു. ഇനി നമ്മൾ ഏത് തരം കാര്യങ്ങളാണ് ഈ റെസിപ്റ്റ് വൗച്ചറിൽ ചെയ്യുക എന്നുള്ളത് അറിയണ്ടേ? ഓരോ വൗച്ചറും ഓരോന്നിനെ റെപ്രസെന്റ് ചെയ്ത് ചെയ്യണതാണ്. അപ്പോൾ നമുക്ക് ഓരോന്നും എന്തിനാണ് എന്നുള്ളത് അറിയണം. അപ്പോൾ റെസിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സിലേക്ക് ക്യാഷോ ചെക്കോ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ റെസിപ്റ്റ് വൗച്ചറിലാണ് ചെയ്യേണ്ടത്. എങ്ങനെയാണ്? ക്യാഷ് ആയിട്ട് കിട്ടിയാലും അതേപോലെ തന്നെ ചെക്കായിട്ട് കിട്ടിയാലും എന്താണ്? റെസിപ്റ്റ് വൗച്ചറിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ എപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കണം, ബിസിനസ്സിൻ്റെ ഭാഗത്തു നിന്ന് മാത്രമാണ് ചിന്തിക്കാൻ പാടുള്ളൂ. ബിസിനസ്സിലേക്ക് എന്താണ് കിട്ടിയത് അല്ലെങ്കിൽ ബിസിനസ്സിന് എന്താണ് പോയത്, അപ്പോൾ എപ്പോഴും ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ മാത്രം ചിന്തിക്കണം. എന്നാൽ മാത്രമാണ് അക്കൗണ്ടിങ് കറക്റ്റ് ആയിരിക്കുള്ളൂ. അപ്പോൾ നമ്മൾക്ക് ബിസിനസ്സിലേക്ക് എന്ത് കിട്ടിയാലും, ക്യാഷ് കിട്ടിയാലും ചെക്ക് കിട്ടിയാലും നമ്മൾ ഏതിൽ തന്നെയാണ് ചെയ്യേണ്ടത്? റെസിപ്റ്റ് വൗച്ചറിൽ തന്നെയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റെസിപ്റ്റ് വൗച്ചറിൽ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റിലെ പറഞ്ഞാൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ബിസിനസ്സിലേക്ക് മൂലധനം ഇറക്കണം. അപ്പോൾ ബിസിനസ്സിലേക്ക് എന്താണ് വരിക? ക്യാഷ് അല്ലേ വരിക. അപ്പോൾ നമ്മൾ ഏതിലാണ് ചെയ്യേണ്ടത്? റെസിപ്റ്റ് വൗച്ചറിലാണ് ചെയ്യേണ്ടത്. ഇനി അടുത്ത കേസാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻകം കിട്ടണം. അപ്പോൾ എന്താണ്? ഇൻകം കിട്ടുമ്പോൾ എന്താണ്? ഒന്നുകിൽ ക്യാഷ് ആയിട്ടായിരിക്കും കിട്ടുക, അല്ലെങ്കിൽ ചെക്കായിട്ടായിരിക്കും കിട്ടുക. അതും നമ്മൾ ഏതിലാണ് ചെയ്യേണ്ടത്? റെസിപ്റ്റ് വൗച്ചറിലാണ് ചെയ്യേണ്ടത്. മൂന്നാമത്തെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പൈസ കിട്ടുന്നു. നമ്മൾ വിറ്റ പാർട്ടികൾ നമ്മൾക്ക് പൈസ തരുന്നു. വിറ്റ പാർട്ടികളെ പറയുന്ന പേരെന്താണ്? സൺട്രി ഡെറ്റേഴ്സ് എന്നാണ് പറയുക. ആ സൺട്രി ഡെറ്റേഴ്സ് നമുക്ക് പൈസ തരുന്നു. അപ്പോൾ ബിസിനസ്സിലേക്ക് എന്താണ്? പൈസ കിട്ടുകയാണ് ചെയ്യുന്നത്. ബിസിനസ്സിൻ്റെ ഭാഗത്തു നിന്ന് മാത്രം ചിന്തിച്ചാൽ മതി. അപ്പോൾ ബിസിനസ്സിലേക്ക് പൈസ കിട്ടുന്നു, അതും നമ്മൾ ഏതിലാണ് എൻട്രി ചെയ്യേണ്ടത്? റെസിപ്റ്റ് വൗച്ചറിലാണ് എൻട്രി ചെയ്യേണ്ടത്. നെക്സ്റ്റ് പറഞ്ഞാൽ നമ്മൾ ബാങ്ക് ലോൺ എടുത്തു, കടം എടുത്തു. അപ്പോഴും എന്താണ്? ഒന്നുകിൽ ക്യാഷ് ആയിട്ടായിരിക്കും കിട്ടുക, അല്ലെങ്കിൽ ചെക്കായിട്ടായിരിക്കും കിട്ടുക. ഇനിയിപ്പോൾ വേറെ പാർട്ടികളുടെ അടുത്ത് ലോൺ എടുത്തു കഴിഞ്ഞാലും നമ്മൾ ഏതിൽ തന്നെയാണ് ചെയ്യുക? റെസിപ്റ്റ് വൗച്ചറിൽ തന്നെയാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇപ്പോൾ റെസിപ്റ്റ് വൗച്ചർ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ മുകളിൽ അക്കൗണ്ട്, താഴത്ത് പർട്ടിക്കുലേഴ്സ് പറഞ്ഞിട്ടാണ് കാണുക. അപ്പോൾ ഈ ഒരു മോഡ് ഇപ്പോൾ സിംഗിൾ എൻട്രി മോഡിലായിട്ടാണ് കിടക്കുന്നത്. സാധാരണ നമ്മൾ ട്രാൻസാക്ഷൻ പറഞ്ഞാൽ എന്താണ്? ഡബിൾ എൻട്രി ആസ്പെക്റ്റ് ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കുക, അല്ലേ? ഒരു കറസ്പോണ്ടിങ് ഡെബിറ്റിന് ഒരു കറസ്പോണ്ടിങ് ക്രെഡിറ്റ് അവിടെ ഉണ്ടായിരിക്കും. പക്ഷെ നമുക്ക് ഈ ഒരു മോഡിലും ചെയ്യാം. ഇവിടെയാണെങ്കിൽ ഡെബിറ്റ് ക്രെഡിറ്റ് എന്ന് പറയില്ല. അപ്പോൾ ഡെബിറ്റും ക്രെഡിറ്റും അറിയാത്തുള്ള ആൾക്കാർക്കും ടാലിയിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന. അപ്പോൾ നമുക്ക് ഇവിടെ ഇത് ഇങ്ങനെ വരുന്നതിനെ പറയുന്നതാണ് സിംഗിൾ എൻട്രി മോഡ് എന്നാണ് പറയുക. ഇനി ഇതിനെ നമുക്ക് ഡബിൾ എൻട്രി മോഡാക്കി മാറ്റണം എന്ന് വിചാരിക്കുക. അപ്പോൾ അതിന് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ റൈറ്റിൽ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ എടുത്തു കഴിഞ്ഞാൽ കാണാൻ പറ്റും ചേഞ്ച് മോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ കൺട്രോൾ H അടിച്ചാൽ മതി. ഇവിടെ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലൈൻ ആണെന്നുണ്ടെങ്കിൽ ഓൾട്ടും ആ ലെറ്ററും കൂടിയിട്ടാണ് കേട്ടോ അടിക്കേണ്ടത്. 2 ലൈൻ ഉണ്ടെങ്കിൽ കൺട്രോളും ആ ലെറ്ററും കൂടിയിട്ടാണ്. ഇപ്പോൾ ഇവിടെ Hൻ്റെ അടിയിൽ 2 ലൈനല്ലേ ഉള്ളത്. അപ്പോൾ നമ്മൾ കൺട്രോൾ H ആണ് അടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് ചേഞ്ച് മോഡ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ചേഞ്ച് മോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ സിംഗിൾ എൻട്രി ആയിട്ടാണ് കിടക്കുന്നത്. ഇനി നമുക്ക് ഡബിൾ എൻട്രിയിലേക്കാണ് മാറ്റണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ ഡബിൾ എൻട്രി മോഡ് സെലക്ട് ചെയ്തിട്ട് എടുത്താൽ മതി.
ഇപ്പോൾ ഇവിടെ ബൈ 2 എന്ന് പറഞ്ഞിട്ടാണ് കിടക്കുക. അപ്പോൾ ഇതാണ് ഡബിൾ എൻട്രി മോഡിൽ ചെയ്യുക. ഇനി ഒരു പ്രത്യേകത പറഞ്ഞാൽ റെസിപ്റ്റ് എടുത്താൽ എപ്പോഴും 2 ആണ് ഓട്ടോമാറ്റിക്കായിട്ട് വന്ന് കിടക്കുള്ളൂ. കാരണം വെച്ചാൽ അവിടെ ക്രെഡിറ്റിനാണ് പ്രാധാന്യമുള്ളത്. ഇത് നിങ്ങൾക്ക് മാറ്റാൻ പറ്റില്ല, ഇത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. എപ്പോഴും എന്താണ് 2 ആണ് ഇവിടെ വന്ന് കിടക്കുക. അപ്പോൾ എപ്പോഴും ക്രെഡിറ്റ് ആസ്പെക്റ്റിനാണ് ഇമ്പോർട്ടൻസ് ഉണ്ടായിരിക്കുക. അപ്പോൾ ക്രെഡിറ്റ് പറഞ്ഞാൽ എന്താണ്, ഒന്നുകിൽ ലയബിലിറ്റി ആണ്, അല്ലെങ്കിൽ എന്താണ് അത് ഇൻകം ആണ്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ കൊടുക്കാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ ചിലപ്പോൾ ഇവിടെ 2 ബൈ ആണ് വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ ചില ആൾക്കാർക്ക് ഡെബിറ്റ് ക്രെഡിറ്റ് എന്ന് വരണം, അവരങ്ങനെയാണ് ശീലിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് F12 പ്രസ് ചെയ്യുക. F12 പറഞ്ഞാൽ ടാലിയുടെ കോൺഫിഗറേഷനാണ്. ടാലിയിൽ എന്തും ഡീറ്റെയിൽ ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് F12 പ്രസ് ചെയ്താൽ മതി. ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കണം, എവിടെയാണോ ചെയ്യേണ്ടത് അവിടെ വെച്ചിട്ടാണ് F12 അടിക്കേണ്ടത്. കാരണം ഓരോ സ്ഥലത്തും ഡിഫറെൻറ്റ് കോൺഫിഗറേഷനാണ് കിട്ടുക. അപ്പോൾ ഇവിടെ വെച്ചിട്ട് F12 അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഓപ്ഷൻ കാണും, യൂസ് ക്രെഡിറ്റ് ഡെബിറ്റ് ഇൻസ്റ്റെഡ് ഓഫ് 2 ബൈ ഡ്യൂറിങ് വൗച്ചർ എൻട്രി. ക്രെഡിറ്റ് ഡെബിറ്റ് യൂസ് ചെയ്യണോ, 2 ബൈക്ക് പകരം യൂസ് ചെയ്യണോ? അപ്പോൾ ഇവിടെ യെസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് യെസ് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഇത് കൺട്രോൾ അടിച്ചിട്ട് സേവ് ചെയ്യാം. കൺട്രോൾ ചെയ്യുക പറഞ്ഞാൽ ക്വിക്കായിട്ട് സേവ് ചെയ്യാനുള്ളതാണ്. കാരണം ഇവിടെ നമുക്ക് വേറെ ഒന്നും കൊടുക്കാനില്ല. നമ്മളിവിടെ കൺട്രോൾ അടിച്ചു. അപ്പോൾ കൺട്രോൾ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ക്രെഡിറ്റ് ഡെബിറ്റ് എന്ന് പറഞ്ഞിട്ട് വന്ന് കിടന്നു. അപ്പോൾ എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ 3 കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഒന്ന് റെസിപ്റ്റ് വൗച്ചർ എടുത്തു. റെസിപ്റ്റ് വൗച്ചർ പറഞ്ഞാൽ എന്താണ്, ബിസിനസ്സിലേക്ക് കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് റെസിപ്റ്റ് വൗച്ചർ യൂസ് ചെയ്യുക. ഇതിനെ നമ്മൾക്ക് സിംഗിൾ എൻട്രി മോഡ് ആക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ ചേഞ്ച് മോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിംഗിൾ എൻട്രി അല്ലെങ്കിൽ ഡബിൾ എൻട്രി മോഡാക്കിയിട്ട് മാറ്റാൻ പറ്റും. ഇനി ക്രെഡിറ്റ് ഡെബിറ്റ് ആക്കണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, F12 ആണ് പ്രസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ എപ്പോഴും ക്രെഡിറ്റിലാണ് വന്ന് കിടക്കുള്ളൂ. അപ്പോൾ ഫസ്റ്റിൽ നമ്മൾക്ക് ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന എൻട്രി ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ട് നമുക്ക് ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് Alt-C ആണ് യൂസ് ചെയ്യുക. എന്തും ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ടാലിയിൽ Alt-C ആണ് യൂസ് ചെയ്യുക. അപ്പോൾ ഇവിടെ വെച്ചിട്ട് Alt-C പ്രസ് ചെയ്തു. അപ്പോൾ ഇവിടെ വെച്ചിട്ട് ക്യാപിറ്റൽ എന്നുള്ള ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്തു. അണ്ടർ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ് കൊടുക്കേണ്ടത്. ഇവിടെ ടാലിയിൽ ഓൾറെഡി ഗ്രൂപ്പുകൾ ഓൾറെഡി ഉണ്ട്, എല്ലാ ഗ്രൂപ്പുകളും ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ഗ്രൂപ്പുകളെ കുറിച്ചിട്ടൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ടും മനസ്സിലായില്ല എന്ന് വിചാരിക്കുക, ഞാൻ ടാലിയുടെ ഓൺലൈൻ ക്ലാസ് നടത്തുന്നുണ്ട്. അപ്പോൾ ടാലി ബേസിക് ആയിട്ട് തന്നെയാണ് പഠിപ്പിക്കുക. അപ്പോൾ ടാലി ഒന്നും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു ക്ലാസ് നടത്തുന്നത്. അതായത് ബേസിക് ലെവലിലുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ആ ക്ലാസ് നടത്തുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഇമെയിൽ ID ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ബാക്കി വിവരങ്ങളെല്ലാതും ഞാൻ പറയാം. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് കൊടുത്തു. മെയിൽ ID ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇത് ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ ക്യാപിറ്റൽ എന്നുള്ളത് കൊടുത്തു. ഇവിടെ സ്റ്റേറ്റ്, അതേപോലെ തന്നെ പിൻകോഡ്, എല്ലാ ഡീറ്റെയിൽസും കൊടുത്തു കഴിഞ്ഞതിന് ശേഷം എൻ്റർ അടിച്ചു. എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ക്രെഡിറ്റിലാണ് വന്ന് കിടക്കുക. അപ്പോൾ ക്രെഡിറ്റിലാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ ഒരു 50,000 രൂപ കൊടുത്തു. 50,000 അടിച്ചു. അപ്പോൾ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ഡെബിറ്റിലാണ് വന്ന് കിടക്കുക. കാരണം മുകളിൽ ക്രെഡിറ്റ് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ അടുത്ത് എടുത്തു കഴിഞ്ഞാൽ എന്താണ്, ഇവിടെ ഡെബിറ്റാണ് വന്ന് കിടക്കുക. നമ്മൾ മാറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഡെബിറ്റ് എന്നുള്ളിടത്ത് നമ്മൾ എന്താണ് കൊടുക്കേണ്ടത്, ക്യാഷാണ് കൊടുക്കേണ്ടത്. ക്യാഷ് ഓൾറെഡി ടാലിയിലുണ്ട്, നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഇവിടെ ക്യാഷ് എന്നുള്ളത് എടുത്തു, എൻ്റർ അടിച്ചു. ഇപ്പോൾ ഇവിടെ ക്യാഷിലാണെന്നുണ്ടെങ്കിൽ 50,000 രൂപ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. കാരണം എന്താണ്, ക്യാഷ് എന്നുള്ളൊരു അസറ്റാണ്. അസറ്റിന് എപ്പോഴും എന്താണ്, ഡെബിറ്റ് ബാലൻസ് ആണ് ഉണ്ടായിരിക്കുള്ളൂ. ലയബിലിറ്റിയാണ് ക്യാപിറ്റൽ. ക്യാപിറ്റലിന് എപ്പോഴും എന്ത് ബാലൻസ് ഉണ്ടാവുള്ളൂ, ക്രെഡിറ്റ് ബാലൻസ് ആണ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അസറ്റ് എപ്പോഴും എന്താണ്, ഡെബിറ്റ് ആയിട്ടാണ് കാണിക്കുക. ലയബിലിറ്റി എപ്പോഴും എന്താണ്, ക്രെഡിറ്റ് ആയിട്ടാണ് കാണിക്കുക. അപ്പോൾ ഇത് നമ്മൾ ഇത്രയും അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എൻ്റർ അടിച്ചു. നരേഷൻ പറഞ്ഞാൽ ഈ എൻട്രിയുടെ ചുരുക്കമാണ് ഇവിടെ കാണിക്കേണ്ടത്. നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളതാണ് ഈ നരേഷനിൽ കാണിക്കേണ്ടത്. ഇപ്പോൾ ക്യാഷ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ദ ബിസിനസ്. അപ്പോൾ ഈ നരേഷൻ വെച്ചിട്ട് നമുക്ക് എൻട്രീസ് ഒക്കെ നമുക്ക് സോർട്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ ഈ എൻ്റർ അടിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം സേവ് ചെയ്തു. ഇപ്പോൾ ഒരു എൻട്രി ചെയ്തു കഴിഞ്ഞു. റെസീപ്റ്റിൽ ഒരു എൻട്രി ചെയ്തു കഴിഞ്ഞു. ഇനി അടുത്തൊരു സിറ്റുവേഷൻ എന്താണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഇൻകം കിട്ടുന്നു. അപ്പോഴും നമ്മൾ ഏതിലാണ് ചെയ്യേണ്ടത്, റെസിപ്റ്റ് വൗച്ചറിലാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ കമ്മീഷൻ കിട്ടി,
അപ്പോൾ ഇവിടെ എന്താണ് റെസിപ്റ്റ് എടുത്താൽ എപ്പോഴും എന്താണ് ക്രെഡിറ്റിലാണ് വന്ന് കിടക്കുള്ളൂ അല്ലേ. അപ്പോൾ കമ്മീഷൻ കിട്ടി പറയുമ്പോൾ അതെന്താണ് ഒരു ഇൻകമാണ്. അപ്പോൾ ഇൻകത്തിനും ലയബിലിറ്റിക്കും എപ്പോഴും എന്ത് ബാലൻസ് ഉണ്ടാവുള്ളൂ? ക്രെഡിറ്റ് ബാലൻസ് ആണ് ഉണ്ടാവുക. അസറ്റിനും എക്സ്പെൻസിനും എപ്പോഴും എന്ത് ബാലൻസ് ആണ് ഉണ്ടാവുക? ഡെബിറ്റ് ബാലൻസ് ആണ് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഏത് കണക്കും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അക്കൗണ്ടൻസിയുടെ ബേസിക് ഒരു റൂളാണ് ഇത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് എൻട്രി നിങ്ങൾക്ക് ഏത് ഉറക്കത്തിലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അപ്പോൾ അസറ്റിനും എക്സ്പെൻസിനും എപ്പോഴും ഡെബിറ്റ് ബാലൻസ് ആണ് ഉണ്ടാവുക. അതേപോലെ തന്നെ ലയബിലിറ്റി ഇൻകത്തിനും എപ്പോഴും എന്താണ്? ക്രെഡിറ്റ് ബാലൻസ് ആണ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ വെച്ചിട്ട് നമുക്കിപ്പോൾ ഇൻകം ക്രിയേറ്റ് ചെയ്യണം. ഓൾട്ട് സി അടിച്ചു. ഇപ്പോൾ കമ്മീഷൻ റിസീവ്ഡ്. അപ്പോൾ ഇവിടെ കൊടുക്കാം കമ്മീഷൻ റിസീവ്ഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുക്കാം. എൻ്റർ അടിച്ചു. ഇതെന്താണ്? ഇൻഡയറക്റ്റ് ഇൻകം ആണ്. അപ്പോൾ ഗ്രൂപ്പിൽ ഓൾറെഡി ഇവിടെ കാണിക്കും. നമ്മളിവിടെ ഐ അടിച്ചു കഴിഞ്ഞാൽ ഐയിലുള്ളതെല്ലാം കാണിക്കും. ഇവിടെ ഇൻഡയറക്റ്റ് ഇൻകം എന്നുള്ള ഗ്രൂപ്പിലേക്ക് കൊടുക്കാം. ഇത് ജസ്റ്റ് എൻ്റർ അടിച്ചു. എൻ്റർ. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എവിടെയാണ് വന്ന് കിടക്കുള്ളൂ? ക്രെഡിറ്റിലാണ് എമൗണ്ട് വന്ന് കിടക്കുള്ളൂ. ഇപ്പോൾ ഒരു 1500 കൊടുത്തു. എൻ്റർ അടിച്ചു. ഡെബിറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഡെബിറ്റായിട്ട് എന്താണ്? ക്യാഷ്. അപ്പോൾ ക്യാഷ് അല്ലെങ്കിൽ നമുക്ക് ചെക്കായിട്ട് കാണിക്കാം. ഏതിന് വേണമെങ്കിലും നമുക്ക് റെസിപ്റ്റ് ചെയ്യാം. ക്യാഷ് കിട്ടിയാലും റെസിപ്റ്റ് തന്നെയാണ് ചെയ്യുക. അതേപോലെ തന്നെ ചെക്ക് കിട്ടിയാലും റെസിപ്റ്റ് തന്നെയാണ് ചെയ്യുക. ഇത് നമ്മുടെ എൻ്റർ അടിച്ച് കഴിഞ്ഞതിന് ശേഷം ഈ എൻട്രി സേവ് ചെയ്തു. ഇനി നമുക്ക് അടുത്തതാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്? ഇപ്പോൾ സൺട്രി ഡെറ്റേഴ്സിൻ്റെ അടുത്തുനിന്ന് നമുക്ക് പൈസ കിട്ടുകയാണ് ചെയ്യണത്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇപ്പോൾ ഇവിടെ ഒരു സൺട്രി ഡെറ്ററെ ക്രിയേറ്റ് ചെയ്യാം. ഓൾറെഡി ഒരു സൺട്രി ഡെറ്റർ ഉണ്ടായിരിക്കും. പക്ഷേ ഞാനിപ്പോൾ ഇത് ഒരു ഡെമോ പർപ്പസിന് ചെയ്യണ കാരണം ഒരു സൺട്രി ഡെറ്ററെ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെ വെച്ചിട്ട് ഒരു സൺട്രി ഡെറ്ററെ ക്രിയേറ്റ് ചെയ്യാം. ദാസ് എന്നുള്ളത് അടിച്ചു. അപ്പോൾ ഇവിടെ സൺട്രി ഡെറ്ററിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചു. എൻ്റർ. പാർട്ടിയുടെ അടുത്ത് നിന്ന് എമൗണ്ട് കിട്ടുന്നു. ഇപ്പോൾ ഒരു 5000 രൂപയാണ് കിട്ടുന്നത്. അപ്പോൾ 5000 രൂപ അടിച്ചു. അപ്പോൾ ഇങ്ങനെ ഒരു ബോക്സ് വരും. അപ്പോൾ നമ്മൾ ഓൾറെഡി പർച്ചേസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞെങ്കിൽ ഓൾറെഡി ന്യൂ റെഫറൻസിലാണ് വരിക. ഇപ്പോൾ ഇത് ഞാൻ പാർട്ടിയൊന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഓൺ അക്കൗണ്ടിലാണ് വന്ന് കിടക്കുക. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം കേട്ടോ. വരുന്ന ക്ലാസ്സുകളിൽ ഇതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇപ്പോൾ ഇവിടെ ജസ്റ്റ് ഓൺ അക്കൗണ്ട് കൊടുത്തു. ഇത് ജസ്റ്റ് എൻ്റർ അടിച്ചു. എൻ്റർ അടിച്ചു. ഇനിയിപ്പോൾ ഈ എമൗണ്ട് നമുക്ക് ചെക്കായിട്ടാണ് കിട്ടണമെന്ന് വിചാരിക്കുക. നമുക്ക് ഇവിടെ ഒരു ബാങ്ക് ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ ഓൾട്ട് സി അടിച്ചു. ഇവിടെ SIB എന്നുള്ളത് കൊടുത്തു. ബാങ്ക് അക്കൗണ്ട്സിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുക്കാം. ഇവിടെ ബാങ്ക് അക്കൗണ്ട്സ് സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ ക്യാഷ് കിട്ടിയാലും ചെക്ക് കിട്ടിയാലും എന്ത് തന്നെയാണ് ചെയ്യുക? റെസിപ്റ്റ് തന്നെയാണ് ചെയ്യുക. നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. എൻ്റർ അടിച്ചു. ഇവിടെ ജസ്റ്റ് ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാം. ഇവിടെ എൻ്റർ അടിച്ചു. ഇപ്പോൾ എന്താണ് ഇവിടെ ഉണ്ടായത്? ബാങ്കിൽ എന്താണ്? 5000 രൂപ എന്താണ്? ഇൻക്രീസ് ചെയ്തു. കാരണം എന്താണ്? പൈസ എന്താണ്? ബാങ്കിലേക്ക് വന്നു. ഇത് നമ്മൾ എൻ്റർ അടിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ എൻട്രി സേവ് ചെയ്തു. ഇനി അടുത്തൊരു സിറ്റുവേഷൻ പറഞ്ഞാൽ നമ്മൾ ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുക്കുന്നു. അപ്പോൾ നമുക്ക് ഒന്നുകിൽ നമുക്ക് ക്യാഷ് ആയിട്ട് എടുക്കും, അല്ലെങ്കിൽ എന്താണ്? ചെക്കായിട്ട് എടുക്കും. അത് നമ്മൾ ഏതിൽ തന്നെയാണ് ചെയ്യുക? റെസിപ്റ്റിൽ തന്നെയാണ് ചെയ്യുക. അപ്പോൾ വീണ്ടും ഇവിടെ എന്താണ്? ക്രെഡിറ്റിൽ തന്നെയാണ് എപ്പോഴും വന്ന് കിടക്കുള്ളൂ. അപ്പോൾ ക്രെഡിറ്റ് എന്നുള്ളിടത്ത് എന്താണ്? ലയബിലിറ്റിയാണ് കൊടുക്കേണ്ടത് അല്ലേ. ബാങ്ക് ലോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഒരു ബാധ്യതയാണ് അല്ലേ. ബിസിനസ്സിൻ്റെ ഒരു ബാധ്യതയാണ്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് ഓൾട്ട് സി അടിച്ചിട്ട് എന്താണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്? ബാങ്ക് ലോൺ എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കേണ്ടത്. ബാങ്ക് ലോൺ അടിച്ചു. ലോൺസ് ലയബിലിറ്റിയിലേക്കാണ് കൊടുക്കേണ്ടത്. ഇവിടെ ലോൺസ് ലയബിലിറ്റിയിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇത് ജസ്റ്റ് എൻ്റർ അടിച്ചു. എൻ്റർ അടിച്ചു. ഇപ്പോൾ 1,00,000 രൂപയാണ് ലോണിലേക്ക് എടുത്തിരിക്കുന്നത്. ഇവിടെ 1 lakh കൊടുത്തു. ഡെബിറ്റ് എന്നുള്ളിടത്ത് എന്താണ് കൊടുക്കേണ്ടത്? ക്യാഷാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പോൾ ക്യാഷ് ഇവിടെ ഇൻക്രീസ് ചെയ്തു. നമ്മൾ ചെയ്യുന്നതോട് കൂടിയിട്ട് തന്നെ എന്താണ്? ക്യാഷിലെ എമൗണ്ട് എന്താണ്? ഇൻക്രീസ് ആയിട്ട് വരും. അപ്പോൾ ക്യാഷിൽ എപ്പോഴൊക്കെ ഡെബിറ്റ് വന്നു അതൊക്കെ എന്താണ്? ആഡ് ചെയ്തിട്ട് വരും. ഇനിയിപ്പോൾ ക്യാഷ് ക്രെഡിറ്റ് വന്നു വിചാരിക്കുക, ഈ എമൗണ്ടിൽ നിന്ന് കുറയും ചെയ്യും. ക്യാഷ് എപ്പോഴാണ് ക്രെഡിറ്റ് വരിക? നമ്മളൊരു എക്സ്പെൻസ് കൊടുക്കുന്ന സമയത്ത്. എക്സ്പെൻസ് കൊടുക്കുന്ന സമയത്ത് ക്യാഷ് കുറയല്ലേ ചെയ്യുക. അപ്പോൾ ക്യാഷ് എപ്പോഴൊക്കെ കൂടുന്നു അപ്പോഴൊക്കെ എന്താണ്? ഇവിടെ എന്താണ്? ബാലൻസ് ഇൻക്രീസ് ആയിട്ട് വരും. ക്യാഷിൽ കുറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇതിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് കുറഞ്ഞിട്ടും വരും. അപ്പോൾ കൂടുമ്പോൾ എപ്പോഴും എന്താണ്? ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ക്യാഷ് കുറയുമ്പോൾ എപ്പോഴും എന്തായിരിക്കും ഉണ്ടായിരിക്കുക? ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ആ കാര്യം മാത്രം നിങ്ങൾ നോട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇത് നമ്മൾ എൻ്റർ അടിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം നരേഷൻ കൊടുത്തു കഴിഞ്ഞതിൻ്റെ ശേഷം ഈ എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ട് സേവ് ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ റെസിപ്റ്റ് വൗച്ചറിൽ എൻട്രി ചെയ്യുക. ഇനി നമ്മൾ ചെയ്തിട്ടുള്ള എൻട്രീസ് ഒക്കെ കാണാമെന്ന് വിചാരിക്കുക. മുകളിൽ ഗോ ടുവിലേക്ക് പോയാൽ മതി. ഗോ ടു സെലക്ട് ചെയ്തിട്ടെടുത്തു. അതിലെ ഡാബുക്ക് സെലക്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അതിലെ ഡാബുക്ക് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ വൗച്ചറും 4 കാണിക്കുക. ഇവിടെ ഏത് വൗച്ചർ ടൈപ്പാണ് നമ്മളിപ്പോൾ റെസിപ്റ്റിൽ മാത്രമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിലെ എമൗണ്ടുകളും ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ടാലി പ്രൈമിൽ റെസിപ്റ്റ് എൻട്രി ചെയ്യുക. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഓരോ വീഡിയോയും പറയാം. കോൺട്ര എന്താണ്, അതേപോലെ തന്നെ പേയ്മെൻറ്റ് എങ്ങനെയാണ് ചെയ്യുക, ജേണൽ എന്താണ്, ഇങ്ങനെ എല്ലാത്തിനെ കുറിച്ചിട്ടും ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.